നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പാനൂർ ഹൈസ്കൂൾ 1987 SSC ബാച്ചിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. പാനൂർ നഗരസഭ ചെയർപേഴ്സൺ നൌഷത്ത് ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. പാനൂർ ഹൈസ്കൂൾ 1987 SSC ബാച്ച് ഓർമ്മച്ചെപ്പ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. പാനൂർ ഹൈസ്കൂളിൽ പാനൂർ നഗരസഭ ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു. മതേതര ചിന്ത നിലനിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ, ഓണാഘോഷം, അതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷം പോലെ തന്നെ ഞങ്ങളെപ്പോലെയുള്ള റംസാൻ നോമ്പ് അർപ്പിക്കുന്നവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം വളരെ സന്തോഷം, അഭിമാനവും തോന്നുന്നുണ്ട്. എന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഒരു കൂട്ടായ്മ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാടും വ്യക്തിത്വമുള്ള ആൾക്കാരാണ്. അത്തരത്തിലുള്ള ആൾക്കാരുടെ ഓരോ ആശയങ്ങൾ, ഓരോ വീക്ഷണങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടായ്മയ്ക്ക് ഒരുപാട് പ്രചോദനകരമാകുന്ന പ്രവർത്തനങ്ങളൊക്കെ. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് KP നന്ദനൻ അധ്യക്ഷത വഹിച്ചു. പുണ്യ മാസമാണ്. വിശപ്പും ദാഹവും നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ മറ്റുള്ളവർ സ്വയം വിശപ്പ് തടയുകയും മറ്റുള്ളവരുടെ വിശപ്പ് തടയുകയും ഒരു പുണ്യമാസമാണ്. അതുവഴി ശരീരത്തെയും ആത്മാവിനെയും നിയന്ത്രിച്ചുകൊണ്ട് ഒരു കഠിന വ്രതമാണ് നമ്മുടെ വിശ്വാസികൾ കൊണ്ടാടുന്നത്. അപ്പോൾ 1000 രാവിലെയാണ് പരിശുദ്ധമായ എല്ലായിടത്തും റംസാൻ മാസത്തിന്റെ 27ാം നാളാണെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള നല്ല നല്ല രാവുകളൊക്കെ വരുന്ന ഒരു മാസമാണ് റംസാൻ. PK പ്രവീൺ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിന്റെ ഏറ്റവും അത്യാവശ്യമാണ്. നമ്മൾ കേൾക്കുന്ന വാർത്തകളൊന്നും ശുഭകരമല്ലാത്ത വാർത്തകളാണ് പല സ്ഥലത്തും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇഫ്താർ സംഗമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഖുർആൻ അവതരിപ്പിച്ച പുണ്യമാസമായ റംസാൻ ഇള്ളവരും ഇല്ലാത്തവരുടെ വിടവുകൾ കുറച്ചുകൊണ്ട് വിഷത്തിന്റെ അവസ്ഥ വിഷമറിയാത്തവരും അറിയുന്നവരും ഒരേപോലെ എത്തിക്കുക എന്നതോടുകൂടി ഈ റംസാൻ മാസം മുമ്പോട്ട് പോകുമ്പോൾ ഇന്നലെ രാത്രി മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത പശ്ചിമേഷ്യൻ മേഖലകളിൽ ഈ പുണ്യമായ മാസത്തിൽ യുദ്ധം കടന്നായി ഒരുങ്ങിക്കൊണ്ട് ചില വിദ്യാലയങ്ങൾ പോലും ഏകദേശം 85-90 വിദ്യാർത്ഥിനികൾ KP രാമചന്ദ്രൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് അംജിത് മുനീർ, P പ്രകാശൻ, KP ശുഭ, വിനോദ് ചുങ്കക്കാരൻ, MP ഉദയപ്രകാശ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് കൂട്ടായ്മ സെക്രട്ടറി T രാജീവ് കുമാർ സ്വാഗതവും ട്രഷറർ KM സുനലൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. അതുകൊണ്ട് സമയം നമുക്ക് പരിമിതമാണ്. അതിനാൽ കൂടുതലൊന്നും പറയുന്നില്ല. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന രീതിയിൽ തന്നെ സഞ്ചരിക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടും നമ്മുടെ യാത്രയിൽ നമ്മുടെ സൗഹൃദങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും സുഖത്തിനും സന്തോഷത്തിനും വിശ്വാസത്തിനും പങ്കുചേർന്നുകൊണ്ട് വളരെ വൈകാരികമായ തലത്തിലുള്ള ചില കാര്യങ്ങളിലൂടെ പരാമർശിക്കുകയുണ്ടായി. പുണ്യങ്ങളുടെ പൂക്കാലമായിട്ടുള്ള ഈ റംസാൻ മാസത്തിൽ മതേതരത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഇഫ്താർ വിരുന്നുകൾ നാടെങ്ങും ചെറുതും വലുതുമായ രീതിയിൽ സംഘടിപ്പിച്ചിരുന്നത് കാണുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ മനസ്സിൽ വല്ലാത്തൊരു കുളിർമ, ഒരു സന്തോഷം നിറഞ്ഞു വരുന്ന ഒരു പ്രോത്സാഹനം. സമർപ്പണത്തിലൂടെ വിശാലമായ ഒരു ചിന്തയും കരുത്തും മനസ്സിൽ രൂപപ്പെടുത്താൻ വേണ്ടി തുടർന്ന് നിരവധി ആളുകൾ പങ്കെടുത്ത ഇഫ്താർ സ്നേഹസംഗമവും നടന്നു.
സമഗ്ര ന്യൂസ് പനൂർ. ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്.